പിന്നെ ഇന്ന് വരെ വേറൊരു കാര്യമുണ്ട്, ഞാൻ ചെയ്യുന്ന കോമഡികളിൽ ഞാൻ എഴുതിയിട്ടുള്ള സ്ക്രിപ്റ്റുകളിലാണേലും ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന സ്ക്രിപ്റ്റുകളിലാണേലും ഞാൻ അഭിനയിച്ചിട്ടുള്ളതാണേലും ഒരു കാര്യത്തിൽ ഉറപ്പുണ്ട്, ദ്വയാർത്ഥങ്ങളോ വേറൊരു തരത്തിലുള്ള ഒരു ഡബിൾ മീനിങ്ങോ കഴിവതും പറയാൻ ശ്രമിച്ചിട്ടില്ല. ഇല്ല. അങ്ങനെ പറയുന്നവരുണ്ടെങ്കിൽ നമ്മൾ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്. അത് ഈ സാജുവിൻ്റെ കൂടെ ചെയ്യുമ്പോൾ കേട്ടോ, സാജു ആ ടീമും ഒന്നും നമ്മളങ്ങനെ അത് പ്രൊമോട്ട് ചെയ്യാറില്ല. ഇപ്പം നമ്മൾ ചെയ്യുന്ന ഷോയിലാണെങ്കിലും അർജുൻ സാറാണെങ്കിലും നമ്മുടെ കൂടെയുള്ള എൻ്റെ കൂടെ സഹകരിച്ച് ശശാങ്കൻ മയ്യനാടാണെങ്കിലും ഞങ്ങൾ രണ്ടുപേരും ഗ്രൂമർ. ശശാങ്കൻ്റെ കാര്യം പറഞ്ഞാൽ ഞാൻ കോമഡി സ്റ്റാറിൽ നിൽക്കുമ്പോഴേ ഞാൻ ഡേഞ്ചർ സോണിൽ വന്നു. ഞാൻ അനിൽ മാടക്കിൽ ശ്യാം തൃക്കുന്നപ്പുഴ വിനീഷ് കായംകുളം അതായിരുന്നൊരു ടീം. അപ്പോൾ അവിടെ ഡേഞ്ചർ സോണിൽ വന്നാൽ പിന്നെ ഔട്ടായി പോകും. അപ്പോൾ എനിക്ക് എങ്ങനെയെങ്കിലും പിടിച്ചു നിന്ന് പറ്റുള്ളൂ. ചെന്നാൽ 6-ാം മാസത്തിൽ ഡേഞ്ചർ സോണിൽ വന്നു. ആദ്യത്തെ സ്കിറ്റ് കളിച്ച് കയറി, അടുത്തേലും വന്നു, വീണ്ടും ഇങ്ങനെ ഞാൻ ഈ ശശാങ്കൻ്റെ അടുത്ത് ചെന്നു. അന്ന് കൊല്ലം സുധി ശശാങ്കനൊക്കെ അവിടെ കൊല്ലം സുധി സഹായിച്ചിട്ടുണ്ട് ഒരുപാട്. ശശാങ്കൻ്റെ അടുത്ത് ചെന്ന് ശശാങ്കനോട് പറഞ്ഞിടാ ഇങ്ങനെ ഡേഞ്ചർ സോൺ, അവനും എന്നെപ്പോലെ ഓപ്പോസിറ്റ് മത്സരിക്കുക. അവൻ്റെ അടുത്ത് ഞാൻ എന്ന് പറഞ്ഞു ഇങ്ങനെയാണ് ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, എനിക്കതൊന്നുകൂടെ ഒന്ന് പൊലിപ്പിക്കണം, കാരണം എനിക്ക് എങ്ങനെയെങ്കിലും ഇന്നാവണം. അവനൊരു മടിയില്ലാതെ എന്നോട് പറഞ്ഞ് നീ റൂമിലേക്ക് വരാൻ പറഞ്ഞു. എൻ്റെ കൂടെ ഇരുന്ന ആ സ്ക്രിപ്റ്റ് റെഡിയാക്കി ക്ലൈമാക്സും ഒക്കെ തന്നു. ഞാൻ പോയി കളിച്ചു. ബാബുവാൻ്റെ സാറായിരുന്നു ജഡ്ജൊക്കെ. ഞാൻ ഇന്നായി. ഭയങ്കര സന്തോഷം. ആ സ്നേഹം ഇന്നും എനിക്ക് അവനോടുണ്ട്. പിന്നീട് ഞങ്ങൾ പല വേദികളിലും ഒരുമിച്ച് സഹകരിച്ചു, പല ഷോകളും ഒരുമിച്ച് ചെയ്തു. ഇപ്പോൾ ഐറ്റം വേറെ എന്നൊരു ഷോയിൽ ഞാനും അവനും ഗ്രൂമിങ് സെക്ഷനിലിരിക്കുക.